ഇതിൽ എറിഞ്ഞിടാൻ പറ്റും ഇവനെ. എരണം കെട്ട ഒരു ചെറുക്കൻ ഇടലേ വേണ്ട. സത്യമില്ല, നന്നായിട്ട് ചെയ്തില്ല ചെയ്ത്. 26 sponsored by TRS in association വിദ്യാലയയുടെ ഫൈനൽ നമ്മൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. സർപ്പട്ട വേഴ്സസ് നമ്മുടെ ശരവണ പവൻ ബോയ്സ്. നമ്മുടെ എപ്പിക് ഫൈറ്റ് 2026 സ്പോൺസർഡ് ബൈ TRS. നമ്മുടെ അടുത്ത ലാസ്റ്റ് സെമി ഫൈനൽ സർപ്പട്ട വേഴ്സസ് B13. ഓ മൈ ഗോഡ്, വാട്ട് എ മാച്ച്. ഏറ്റവും താഴെ കൊണ്ട് വെച്ചേക്കാം. കമന്ററി പറയണെങ്കിൽ ഇറക്കി വിട്. ഇത് ഇവർക്കും ആ ഓർഡറിൽ തന്നെ ആയിരിക്കും കാണിക്കുന്നേ. അതാ എന്റെ ഡൗട്ട്. സാർപ്പാട്ടയിലെ ഓരോരുത്തരായിട്ട് സാർപ്പാട്ട ചന്ദ്രൻ ഇതാ ടിവിയിലെ സർപ്പാട്ട മില്ലറ്റ് മോഹൻ. സാർപ്പാട്ട താഴെ പറഞ്ഞ പേരെന്താന്ന് കേൾക്കുന്നില്ല. അയാൾ പോയിരിക്കാണ്. സാർപ്പാട്ട പിന്നെ പ്രൈസ് പൂൾ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഉന്മേഷം കൂടാൻ വേണ്ടി പ്രൈസ് പൂള് ഇപ്പൊ നമ്മള് 35 ആയിരുന്നു ഓൾ ടോട്ടല്. അത് നമ്മൾ 65 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വിന്നറിന് നമ്മളൊരു 35 ഉണ്ടാവും. അതുകൊണ്ട് കിഴക്കിന്റെ ഓപ്പോസിറ്റ് ഏതാ ഗൈസ്? മൈതാനത്തിന്റെ തെക്ക് ഭാഗത്തെ നമ്മുടെ B13ലുള്ള ഓരോരുത്തരായിട്ട് B13 ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് ഉണ്ട്. അത് നമുക്ക് പറയാൻ പണ്ടത്തെ പേഷ്യന്റ് ആയിട്ട് അണ്ണനെ പരിചയപ്പെടാൻ വേണ്ടിട്ട് കുറെ ദിവസമായി നടക്കുന്നുണ്ട്. അണ്ണനെ പരിചയപ്പെടാൻ വേണ്ടിട്ട് കുറെ ദിവസമായി നടക്കുന്നു. ഇന്നലെ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചില്ല. കുറെ ദിവസമായി എന്നോട് പറഞ്ഞ അവസരം കിട്ടിയാലേ പരിചയപ്പെടാൻ എടാ ഈ പുള്ളിയല്ലേ മറ്റേ ഡോക്ടർ സോളോക്യുവോ പുള്ളിയല്ലേ അത്? പുള്ളിയുടെ വീഡിയോക്ക് അത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഉള്ള സമയത്ത് ഒരു ആർപ്പി ഉണ്ടായിരുന്നു. അമ്മോ വാക്കിംഗ് സ്റ്റൈല് നോർമൽ ആണോ നിങ്ങളൊക്കെ ഇട്ടേക്കുന്നേ? എല്ലാരും കറങ്ങി പോണേ. റൈറ്റ് ഇറങ്ങിയിട്ട് രണ്ടുപേരും അത് കൂടെ എല്ലാവരും കണ്ടത്തിലൂടെ ഓടുകയാണ്. സർപ്പാട്ട ഒന്നും നോക്കുന്നില്ല. B13 അതേപോലെ തന്നെ ഉത്രാക്ഷിനെ കണ്ടിട്ടില്ല. എല്ലാവരുടെയും വട്ടിയെടുത്ത് അടിച്ചേ പെരുത്തടിയാണ്, പെരുത്തടി. ചന്ദ്രന്റെ എല്ലാം കിളി പോയിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയില്ല. എല്ലാവരും ഓടി അടിക്കുകയാണ്, ചാടി അടിക്കുകയാണ്, പറക്കുകയാണ്. ചോര ചിത്രത്തെ എല്ലാവരും എന്താണിത് ഈ പറഞ്ഞ പോരാട്ടം? പോരാട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്
അതേപോലെ തന്നെ B13 എത്ര ലീവ്? 1 2 3 4 ലീവ്. എടാ 4 ലീവ്. പിന്നെ ഇവരെ സർപ്പാട്ടിന്റെ ആൾക്കാരൊന്ന് പൊക്കിയേ. സർപ്പാട്ടിന്റെ ആൾക്കാരൊന്ന് ഫസ്റ്റ് പൊക്കിയേ. EMS കൊണ്ട് ഫസ്റ്റ് പൊക്കിച്ചേ. സർപ്പാട്ടിനോട് അയ്യോ ആ ബാക്കപ്പ് വന്നേരം അവൻ തറയിട്ട് അടിച്ചേ തന്നെ കേട്ടോ ഇവിടെ ഇട്ട് ഞാനിവിടെ പറഞ്ഞു വീണായിരുന്നു. കണ്ണുനീര് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ DRS സംഘടിപ്പിക്കുന്ന എപ്പിക് ഫൈറ്റ് 2026 അടുത്ത ഫൈനലിലേക്ക് എലക്ട് ആയിരിക്കുന്നത് നമ്മുടെ ഇല്ല അതിപ്പോ എന്തായാലും നമ്മൾ വെളിയിൽ ഇറങ്ങണം കഴിയുന്നത്. കൺഗ്രാറ്റുലേഷൻ സർപ്പാട്ട. അതേപോലെ തന്നെ ഗുഡ് വെൽ ഡൺ നമ്മുടെ B13 വെൽ ഡൺ B13. എന്താണ് എല്ലാരും ജയിക്കുന്നവർക്ക് നമ്മള് കൊടുക്കത്തില്ലല്ലോ, നമ്മളല്ലേ തീരുമാനിക്കുന്നത്. ചിമ്പാൻസി ഈ ചിമ്പു ഇതിനിടയിലല്ലേ ശരണം പിടിച്ചവനെ പണി കൊണ്ട് അവന് വെളിയിൽ നിന്ന് തല്ലാൻ പറ്റുമോ അവനെ? പേരെന്താ ഇതിന് എറിഞ്ഞിടാൻ പറ്റുമോ ഇവനെ? എരണം കെട്ട ഒരു ചെറുക്കൻ. ഹലോ, കേക്കുന്നുണ്ടാ സഹൃദരായ നാട്ടുകാരെ, വീട്ടുകാരെ? പോലീസ് കൊണ്ടുപോകുന്നെ എന്ന് ഇറങ്ങിപ്പോ. എന്റെ മൗസിന്റെ എയിം ബട്ടൺ പോയി കേട്ടോ. എന്റെ റൈറ്റ് ബട്ടൺ പോയാ. മാമനും മക്കളും സർപ്പാട്ടയും. ഓക്കെ, എന്റെ ഈ ബട്ടൺ പോയി കഴിച്ചതുകൊണ്ട് മാമന് മക്കളൊക്കെ അവിടെ ഇരുന്ന് ഫ്ലെക്സ് ചെയ്യണം, കാണിക്കുന്നത്. ആ വന്നു അവന്മാർ ഇച്ചിരി മോടയാണേ മോടയാണേ മാമന് പരിപാടി. രണ്ടുപേര് നടുക്കൂടെ, ബാക്കി എല്ലാരും കറങ്ങിയേ. രണ്ടുപേര് നടുക്കൂടെ. ഞാൻ നടുക്കുക. വാസന വാ, നമുക്കൊന്ന് ഓടാം. വാ അണ്ണാ വാ. അങ്ങോട്ട് കേറി വരല്ലേ പ്ലീസ്. ഒരു കാരണത്തൊക്കെ ഇരിക്കുന്ന കേട്ടോ അവിടെ. എല്ലാരും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗൈസ്, അപ്പോ ഇതാ എപ്പിക് ഫൈറ്റ് കോൺസ്പോർട്സ്. ഇല്ല ഞാൻ പറയാം ഗൈസ്. അപ്പോ ഞാൻ അവിടെ പോയി ബെല്ലൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത്. തോക്കല്ലേ, തുറക്കട്ടെ കൗണ്ടർ തുറക്കട്ടെ. ഓക്കേ, let the fight begins in 3. Let's go. ഗൈസ്, ഓടിയെടുക്കാൻ സർപ്പാട്ട ആദ്യം തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മാമനെ അപ്പോ ഇവിടെ വാശിയേറിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാമനും മക്കളും ഇവിടെ അടിച്ച് സർപ്പാട്ട എല്ലാത്തിനും സീറോ ഡൗൺ ആണ്. സീറോ ഡൗൺ എന്ന് പറയാം.
ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ സെറ്റ് ഓക്കെ സെറ്റ് ഓക്കെ 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 അപ്പൊ തന്നെ എല്ലാരെയും അടിച്ച് ഉറക്കിയിരിക്കുകയാണ് സർപ്പട്ട. വളരെ നല്ലൊരു പോരാട്ടമായിരുന്നു. പക്ഷേ well done, next time and congratulations. Guys, come on, go to team discussion. This is Epic Fight 2026 sponsored by Go to TRS in association with Vidyalaya. വിഷ് ഒന്നും പറയില്ല കിടിലോടി അണ്ണ ഞാൻ പറയട്ടെ കെ മഞ്ഞയും കൂടെ ഇനി ഫൈറ്റ് അത് ഈ ജയിക്കുന്ന ആരാണോ അവരോട്ട് ആൾക്കാരുടെ ഫൈറ്റ് നമ്മളായിട്ട് പോയി മാമൻ പിള്ളേരെ അടിച്ച് ആഫ്റ്റർ ലോങ് ടൈം ബാർ ആഫ്റ്റർ ലോങ് ടൈം ആർ യുദ്ധം ആയിരിക്കും നിങ്ങൾ അല്പസമയത്തിനുള്ളിൽ കാണാൻ പോകുന്നത്. ഹലോ ടീം സർപ്പട്ട കൂട്ടത്തിലില്ലാത്തല്ലോ പിന്നെ അപ്പൊ guys, നമ്മുടെ തല്ലുന്ന ബോസ് വേണ്ടല്ലോ. നീ വേണ്ട കേട്ടോ. കോച്ച് സാർക്ക് കോച്ച് അറിയില്ല ഹലോ എല്ലാരും സൂപ്പർമാൻ ഇടറാ സൂപ്പർ ഹീറോ അണ്ണ സൂപ്പർ ഹീറോ എല്ലാരും എടുക്കട്ടെ സിറ്റിസൺ ആയിട്ടുള്ള പൂമ്പാറ്റ ഇവിടെ സ്വന്തം കൈപ്പടയിൽ നമ്മള് മരിച്ചാൽ ഈ ഫോട്ടോ തന്നെ കൊടുക്കണേ അതെ നാളെ ഊത്തുമോനെ അതായത് നാളത്തെ ന്യൂസിൽ ഇത് കൊടുക്കാൻ വേണ്ടിട്ടാ ഫോട്ടോ എടുത്തത്. ഇപ്പൊ ലീവ് ചെയ്യുന്നുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് ഒരു ഫോട്ടോ കൂടി എടുത്തരാം, പ്രശ്നമില്ല. അല്ലല്ല നമ്മൾ ഇനി നമ്മൾ ജയിച്ചിട്ട് വരാം. ഇല്ല ഇനി നമ്മൾ ജയിച്ചിട്ട് വരാം. ശരവണ ഭവനായിരിക്കും. ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ടാവും. നമ്മുടെ ശരവണ വോയിസിലുള്ള ആളുകൾക്ക് അതിലുള്ള പിള്ളേർക്ക് ഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ ഹീലിംഗും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി അധികം ഡിലേ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. എത്രയും പെട്ടെന്ന് ഈ ഒരു ഇവന്റ് എൻഡ് ആവുന്നതായിരിക്കും. നമ്മുടെ ഇവന്റ് എന്റെ പണ്ടത്തെ കളിപ്പാവും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വരും. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നിമിഷങ്ങൾക്കകം നമ്മുടെ ഒന്ന് കൈവന്തിക്കാവോ സാറേ? അപ്പൊ വേറൊന്നുമല്ല, ഓൾ ദ ബെസ്റ്റ്. നിങ്ങളാണ് നമ്മുടെ ചിമ്പുവിനെ 4 അടി അടിച്ചായിരുന്നേ. അപ്പൊ അത് ചിമ്പുനെ അടിച്ചത് ഞാനല്ല, ചിമ്പു അല്ല, അത് ചിമ്പു പറഞ്ഞു ഉത്തമോനാണ്. ഈ ചിമ്പു ഒരാളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമോ? സാറേ അതാ വരുന്നത് സാറേ, ഈ വരുന്നതാണ് ചിമ്പു. ഇങ്ങനെ ഒരാളെ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വല്ല മനുഷ്യത്വം ഇതാണ് ഉത്തമോനൻ. ഉത്തുമോഹനാണ്. അത് ആൾക്ക് പേര് മാറിപ്പോയതാ, വേറെ ഉത്തുമോഹനായിരിക്കും. അല്ല, മോഹനൻ എന്നാണ് പറഞ്ഞത്. അല്ല, ഇഷ്ടംപോലെ മോഹന്മാരുണ്ട്. എന്റെ മില്ലറ്റ് ആണ്, എന്റെ മില്ലറ്റ് മോഹൻ. ഇല്ല അത് ആള് മാറിയത് ഞാനല്ല. എന്തോ കേട്ടില്ല. ഇല്ല ഞാനല്ല. നിങ്ങളെ കൊല്ലേണ്ട ആവശ്യം. നമ്മള് തമ്മിൽ പ്രാക്ടീസ് ചെയ്യാനെങ്കിലും പറഞ്ഞ ആളുടെ തലയ്ക്ക് വല്ലതും ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല.
ഞാൻ അവിടെ നിൽക്കുമ്പോഴേ ഫോട്ടോ എടുത്തപ്പോ സാർ ഒന്ന് റെഡി അടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാനല്ല എന്റെ അതേ ആവശ്യമുള്ള 2-3 പേര് വേറെ ഉണ്ട് ഇതിനകത്ത്. ഞാനല്ല ഞാൻ സ്കാർഫുണ്ട് ഇല്ല, ആരും കാണുന്നില്ല. പുതുതായിട്ട് അപ്പൊ മോഹൻ സാറേ, അപ്പൊ പോയിട്ട് വാ, all the best. ഞങ്ങള് മുകളിലോട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടാവും. നിന്നെ ഒരു മാസം നിന്റെ ഭാര്യക്കകത്തൂടെ കമ്പി കയറ്റിയിട്ട് നിന്റെ ബാക്കിൽ കൂടെ ഇറക്കും. എന്നിട്ട് തിന്നും പോരങ്ങ. ഇവന്റെ മുഖം കാണുന്നിടത്ത് എനിക്കങ്ങ് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ സാബ്ഗുരു അസോസിയേറ്റ് നെക്സ്റ്റ് വീക്ക് നടത്തുന്ന ഒരു ഇവന്റ് ഉണ്ട്. അത് CR ക്യാഷ് പ്രൈസിൽ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നതാണ്. അങ്ങേറെ കാറും കൊണ്ടു മേടിച്ചിട്ട് ഇരുന്ന് മേലോട്ട് വരുമോ സബ്ഗുരു മേലോട്ടോ? സെയിം ഐഡിയ അപ്പൊ നമ്മുടെ ബാക്കി എല്ലാവരും സർപ്പട്ട അണ്ണനും പോസണ്ണനെ അണ്ണനും പോസണ്ണനെ മറ്റേ ചൂസിട്ടാൻ ആരാടാ ഇത്? എല്ലാരും റിപ്പോർട്ട് അടിച്ചു എല്ലാരും. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സെന്റർ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങൾ ഇറങ്ങി അടിക്കുക പറിക്കുക നമ്മൾ സെന്റർ പോയിട്ട് നമ്മള് ബ്ലോക്ക് ചെയ്യും. ഓക്കെ കറങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ മതി. നമ്മള് കറങ്ങി വന്നോളാം. ഇറങ്ങി അടിച്ചോളാം, അടച്ചോളാം. നമ്മളെ ഉള്ളു പറഞ്ഞു വീടല്ലേ മുന്നിലുള്ള ഈ ഊത്തെ എല്ലാം റെഡിയല്ലേ? ഊത്തിന്റെ അച്ഛൻ മില്ലറ്റ് മോഹനൻ ഊത്ത് മോഹനം മതി. ഫിക്സ് ചെയ്ത് ജനങ്ങളത് ഏറ്റെടുത്ത് അന്നൊന്ന് ചാറ്റി നോക്കില്ല, ജനങ്ങളത് ഏറ്റെടുത്ത് ഊത്ത് മോഹൻ. ഊത്ത് മോഹനാണോ ഇപ്പൊ ചാറ്റ് ഏറ്റെടുത്തത്? പോളിടണ്ട നമ്മുടെ എല്ലാരും ഒത്തിരി ഓടണ്ടേ? രാവിലെ കൂട്ടി വെച്ചോ. അങ്ങനെ ഇവന്റിന്റെ അവസാനമായ തുടങ്ങാൻ പോവുകയാണ്. സർപ്പട്ട ബോയ്സ് വേഴ്സസ് ശരവണ ബോയ്സ്. കളിച്ചേ എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ആ പരിപാടി ഒരു സക്സസ്ഫുൾ ആയ ഒരു വിജയമാക്കി തീർക്കാൻ വേണ്ടി സഹകരിച്ച ടീമിന്, അവര് പരിപാടി നടത്തിയ ബാക്കിയുള്ള മെമ്പേഴ്സിനും ജോയിൻ ചെയ്തവർക്കും എല്ലാവർക്കും 1000 എക്സലന്റിസിന്റെ ഭാഗത്തു നിന്ന് രേഖപ്പെടുത്തുന്നു. നന്ദി. അപ്പൊ ഗൈസ്, മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്ത് സർപ്പട്ട ബോയ്സ് എപ്പോഴത്തെയും പോലെ എല്ലാത്തിനും റെഡി. 2 ജമ്പിംഗ് ജാക്സ് എല്ലാം അടിച്ചുകൊണ്ട് നമ്മുടെ ശരവണം ഞാൻ പറയും അവരെല്ലാം കൊണ്ടും റെഡിയാണ്. അതേപോലെ തന്നെ മൈതാനത്തിന്റെ തെക്കേ ഭാഗത്ത് നമ്മുടെ ശരവണ ബോയ്സ് അത് പറയാം. ഞാൻ മറക്കില്ല. ഇറങ്ങോ ഇവിടെ ബ്ലാക്ക് ഒന്ന് ഇറങ്ങോ, യെല്ലോ ഒന്ന് ഇറങ്ങോ, 2 ബ്ലാക്ക് ഇറങ്ങോ. അപ്പൊ ഗൈസ്, നമ്മളെല്ലാം സ്പോൺസർഡ് ബൈ TRS ഇൻ അസോസിയേഷൻ വിദ്യാലയയുടെ ഫൈനൽ നമ്മളിതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. സർപ്പട്ട വേഴ്സസ് നമ്മുടെ ശരവണ പവൻ ബോയ്സ്. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോലെ എപ്പിക് ഫൈറ്റ്. ഫൈനൽ സ്റ്റാർട്ട്സ് ഇൻ ദി കൗണ്ട്. കൂടെ കറങ്ങുന്നു. നടുക്കൊപ്പം നമ്മള് കറങ്ങുന്നു. ലെറ്റ്സ് ഗോ. സർപ്പട്ട നേരെ വന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിലൂടെയും മുന്നിലൂടെയും സർപ്പട്ടയെ
ബോയ്സ് നല്ലൊരു മുന്നേറ്റം സർപ്പാട്ട എന്നെ തന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കയ്യല്ല ഇറക്കിയിരിക്കുന്നു സിറ്റുവേഷൻ സർപ്പാട്ടയെ അടിച്ച് കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ് സർപ്പാട്ട ഓക്കെ 1v2 സിറ്റുവേഷൻ സർപ്പാട്ട ഇത് ഇവർക്ക് റിക്കവർ ചെയ്യാൻ 1v1 സിറ്റുവേഷൻ. ഓ മൈ ഗോഡ് 1v1 ഓ മൈ ഗോഡ് നിങ്ങൾ കാണണം ഗൈസ്, നിങ്ങളിത് കാണുക. ഓ മൈ ഗോഡ് സർവണ ഭവൻ ഒരു എപ്പിക് ഫൈറ്റിൽ 1v1 സിറ്റുവേഷൻ. വാട്ട് എ ഫൈറ്റ് ഗൈസ്, ഇത് കൊള്ളാർന്നു. കൺഗ്രാറ്റുലേഷൻസ് ശരവണവൻ ബോയ്സ് ആൻഡ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. വീഡിയോഗ്രാഫി അതേപോലെ തന്നെ സൂപ്പർ ആയിരുന്നു. അപ്പോ ഗൈസ് ഇത്ര നേരം ഡിആർഎസിന്റെ ഭാഗത്ത് ഹൃദയം നിറഞ്ഞിട്ടുള്ള ഒരു താങ്ക്സ്. സർപ്പട്ടെന്ന് ഒരാളെ വിളിക്കണം സംസാരിക്കാൻ 2 വാക്ക്. ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഫൈനലിസ്റ്റ് ആയിട്ട് സർപ്പാട്ടയിൽ നിന്നിട്ടുള്ള ഒരാളെ റീഫ്രഷ് ചെയ്യണമായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് കളിച്ച് അത്രേ ഉള്ളൂ. 1v7 എടുക്കുന്ന വാസ്കോ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. മാമനും മക്കളും തീർച്ചയായിട്ടും ഇടലേ വേണ്ടത് അല്ലേ? സത്യമില്ല, നന്നായിട്ട് ചെയ്തില്ല അവര് ചെയ്ത്. എല്ലാടാ സൂര്യാണക്ക് വേണോ എന്നാ വേണോ ഇത് നല്ലൊരു മാച്ച് ആയിരുന്നു. ഇത് നമ്മുടെ ഡിആർഎസ് എടാ ലാസ്റ്റ് നീ ആയിരുന്നോ ചൂടെ? അത് ചൂട് ഇല്ല, ഒരാളെ ഞാൻ അടിച്ച, ബാക്കി 2 പേര്. അല്ല ബാക്കി 3 പേരുണ്ടായിരുന്നു. ശരിയാ 1v3. എടാ നിങ്ങളൊക്കെ അങ്ങനെ ആദ്യമേ ചത്തത്? നിങ്ങൾ എവിടെ പോയി? ആണല്ലേ, കുഴപ്പമില്ല. ചില പോട്ടെ. എടാ സർപ്പാട്ടെ കൊണ്ട് നീ അല്ല ട്രേഡർ, ഞാൻ ഒരുത്തനെ കൊന്നു, അവനെ കൊന്നു. ഞാൻ ഒരുത്തനെ കൊന്ന് അതപ്പോഴത്തെ എന്റെ 2 കൂട്ടത്തിൽ അടിച്ചു. എന്നെ 3 പേര് പണിയുണ്ട്. എന്നെ 3 പേര് ഞങ്ങൾ ട്രേഡായിരുന്നു. ഞാൻ ഞങ്ങൾ 2 രണ്ടടിക്ക് 2 മറ്റേ ചന്ദ്ര ഒരാൾ വരെ സംസാരിക്കാൻ വേണ്ടിട്ട് മൈക്ക് പോയിന്റിൽ ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. ബോട്ട് വ്യൂസ് ഒന്നോ? അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ RP. OP ഗൈസ് എൻജോയ് ചെയ്ത RP എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ലൈവ് ആണെന്നോണ്ടാ ബോട്ട് വ്യൂസ് എന്നൊക്കെ തോന്നുന്നത്. ഡെയിലി 9:45 ഞാൻ സ്റ്റോറി ഇടുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ വോട്ടും വ്യൂസും ഒക്കെ എന്താന്ന് കാണിക്കാം.